ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചേമ്പ് വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കറിയാണ്. അതിനാദ്യം ചീനച്ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടാതെ ഞാൻ 3 സവോള എടുത്തേക്കുന്നത്. 3 സവോള അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് സവോള നന്നായിട്ട് വേവണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ചേർക്കുക. ഇത് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് പെരുംജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ അരച്ച് അതും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്തിനകത്തേക്ക് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് വെള്ളം ചേർത്ത് ഉപ്പും പാകത്തിന് ചേർത്ത് വേണ്ട കൺസിസ്റ്റൻസി ഏതാണോ അതിൻ്റെ പാകത്തിന് ആക്കിയെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ തെളിയുന്ന രീതിയിൽ വെള്ളം തൊടാതെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കറി തിളച്ച് നന്നായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യുക എല്ലാവരും.